കേരളത്തിലെ അണക്കെട്ടുകൾ. ഇടുക്കി ഡാം. ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് കുറവൻ കുറത്തി മലകൾക്കിടയിൽ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പൻ. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1969 ഏപ്രിൽ 30. ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇന്ദിരാഗാന്ധി 1976. ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം മൂലമറ്റം. ഇടുക്കി പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി 780 MW. നെയ്യാർ ഡാം. നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. നെയ്യാർ ഡാം പണികഴിപ്പിച്ച വർഷം 1958. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ ഗവേഷണ കേന്ദ്രം നെയ്യാർ ഡാം. സ്റ്റീവ് ഇർവ് പാർക്കിൻ്റെ പുതിയ പേര് അഗസ്ത്യ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ. പീച്ചി ഡാം. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നദി മണലി. പീച്ചി ഡാം നിർമ്മിച്ച വർഷം 1957. തെന്മല ഡാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തെന്മല ഡാം. തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന നദി കല്ലട, കൊല്ലം. തെന്മല ഡാം സ്ഥാപിച്ച വർഷം 1961. തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ശെന്തുരണി. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് തെന്മല ഡാം, കല്ലട ഡാം. ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാം. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി, വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മലമ്പുഴ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം 1955. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. മലമ്പുഴ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി മലമ്പുഴ നദി, ഭാരതപ്പുഴയുടെ പോഷക നദി. കേരളത്തിലെ വൃന്ദാവനം എന്ന് അറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ. മലമ്പുഴയിലെ യക്ഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ മലമ്പുഴ, ശില്പി നേക് ചന്ദ്. മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ, ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തുടങ്ങിയ വർഷം 1887. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത വർഷം 1895. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നിക്വിക്ക്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ലോർഡ് വെൻലോക്ക് 1895. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവച്ച വർഷം 1886 ഒക്ടോബർ 29. 999 വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ടത്തിന് നൽകിയത്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പിട്ടവർ വി രാമയ്യങ്കാർ തിരുവിതാംകൂർ ദിവാൻ, JC ഹാനിങ്ടൺ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി. മുല്ലപ്പെരിയാർ കരാർ പുതുക്കിയത് C അച്യുത മേനോൻ 1970. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉയരം
53.6 മീറ്റർ അല്ലെങ്കിൽ 176 ഫീറ്റ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നീളം 365.7 മീറ്റർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പരമാവധി ജലനിരപ്പ് 142 അടി. ജോൺ പിന്റിക്വക്കിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തേനി, തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റി. മുല്ലപ്പെരിയാറിലെ ജലം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ പശ്ചാത്തലമാക്കി ഡാം 999 എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് സോഹൻ റോയ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീ മൂലം തിരുനാൾ. ഇടുക്കി ഡാമിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ഇന്ദിരാഗാന്ധി. മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്ത വ്യക്തി K. കാമരാജ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി രാജീവ് ഗാന്ധി. കേരളത്തിലെ പ്രധാന അണക്കെട്ടുകൾ നെയ്യാർ തിരുവനന്തപുരം, പേപ്പാറ തിരുവനന്തപുരം, അരുവിക്കര തിരുവനന്തപുരം, തെന്മല ഡാം കൊല്ലം, പമ്പ പത്തനംതിട്ട, കക്കി പത്തനംതിട്ട, മണിയാർ പത്തനംതിട്ട, പൊന്മുടി ഇടുക്കി, ഇടുക്കി ആർച്ച് ഡാം ഇടുക്കി, മാട്ടുപ്പെട്ടി ഡാം ഇടുക്കി, ചെങ്കുളം ഡാം ഇടുക്കി, നേര്യമംഗലം ഇടുക്കി, പെരിയാർ ഇടുക്കി, കല്ലാർ ഡിവിഷൻ ഡാം ഇടുക്കി, ലോവർ പെരിയാർ ഡാം ഇടുക്കി, ഇരട്ടയാർ ഇടുക്കി, മലങ്കര ഡാം ഇടുക്കി, മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി, കുളമാവ് ഡാം ഇടുക്കി, ചെറുതോണി ഡാം ഇടുക്കി, ഇടമലയാർ ഇടുക്കി, കുണ്ടള ഇടുക്കി, ഭൂതത്താൻകെട്ട് എറണാകുളം, പീച്ചി തൃശ്ശൂർ, വാഴാനി തൃശ്ശൂർ, ഷോളയാർ തൃശ്ശൂർ, പെരിങ്ങൽകുത്ത് തൃശ്ശൂർ, ചിമ്മിനി ഡാം തൃശ്ശൂർ, ചാലക്കുടി തൃശ്ശൂർ, മലമ്പുഴ ഡാം പാലക്കാട്, മംഗലം പാലക്കാട്, ചുള്ളിയാർ പാലക്കാട്, മീൻകര പാലക്കാട്, പോത്തുണ്ടി പാലക്കാട്, വാളയാർ പാലക്കാട്, പറമ്പിക്കുളം പാലക്കാട്, തുണക്കടവ് പാലക്കാട്, കാഞ്ഞിരപ്പുഴ പാലക്കാട്, ചെറമംഗളം പാലക്കാട്, ശിരുവാണി പാലക്കാട്, കുറ്റ്യാടി കോഴിക്കോട്, കക്കയം കോഴിക്കോട്, പെരുവണ്ണാമുഴി കോഴിക്കോട്, ബാണാസുര സാഗർ വയനാട്, പഴശ്ശി ഡാം കണ്ണൂർ. അണക്കെട്ടും സ്ഥാപിച്ചിരിക്കുന്ന നദികളും അരുവിക്കര ഡാം കരമനയാർ, കക്കയാം ഡാം കുറ്റ്യാടി, ബാണാസുര സാഗർ ഡാം കബനി, കക്കി ഡാം പമ്പ, ശബരി ഡാം പമ്പ, പഴശ്ശി ഡാം വളപട്ടണം പുഴ, ഇടമലയാർ ഡാം പെരിയാർ, മാട്ടുപ്പെട്ടി ഡാം പെരിയാർ, മുല്ലപ്പെരിയാർ ഡാം പെരിയാർ, ഭൂതത്താൻകെട്ട് ഡാം പെരിയാർ, ചെറുതോണി ഡാം പെരിയാർ, പീച്ചി ഡാം മണലി, തെന്മല ഡാം കല്ലട, മലമ്പുഴ ഡാം മലമ്പുഴ നദി. കേരളത്തിലെ പ്രധാന ദ്വീപുകൾ വൈപ്പിൻ എറണാകുളം, കവ്വായി കണ്ണൂർ, വെല്ലിംഗ്ടൺ എറണാകുളം, ധർമ്മടം ദ്വീപ് കണ്ണൂർ, കുറുവ ദ്വീപ് വയനാട്, മൺട്രോ ദ്വീപ് കൊല്ലം, എഴുമൺതുരുത്ത് കോട്ടയം, രാമൻതുരുത്ത് എറണാകുളം, വെണ്ടുരുത്തി കൊച്ചി, ഗുണ്ടു ദ്വീപ് കൊച്ചി, നെടുങ്കാട് എറണാകുളം, പരുമല പത്തനംതിട്ട. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ തുഷാരഗിരി കോഴിക്കോട്, പാലരുവി കൊല്ലം, പെരുന്തേനരുവി പത്തനംതിട്ട, മാടത്തരുവി പത്തനംതിട്ട, ആതിരപ്പള്ളി തൃശ്ശൂർ, വാഴച്ചാൽ തൃശ്ശൂർ, തൂവാനം ഇടുക്കി, തൊമ്മൻകുത്ത് ഇടുക്കി, മീൻമുട്ടി തിരുവനന്തപുരം, മങ്കയം തിരുവനന്തപുരം, മീൻമുട്ടി വയനാട്, സൂചിപ്പാറ വയനാട്, ചെതലയം വയനാട്, ധോണി പാലക്കാട്,
അരിപ്പാറ കോഴിക്കോട്, ആട്യൻപാറ മലപ്പുറം, അരുവിക്കുഴി കോട്ടയം. വെല്ലിംഗ്ടൺ ദ്വീപിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ ദ്വീപ് വെല്ലിംഗ്ടൺ. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. കൊച്ചിയെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഗോശ്രീ പാലം. കേരളത്തിനോട് ഏറ്റവും അടുത്തായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ലക്ഷദ്വീപ്.